4ാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷ താരീഖിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ നമുക്ക് നോക്കാം. മാർക്ക് 50. ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം. അതിൽ ബ്രാക്കറ്റിൽ ഉത്തരങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും. നജാഷി, അദ്ദാസ്, ദുഃഖവർഷം, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. മിഅ്റാജ് രാത്രിയിലാണ്, ഫലസ്തീനിലാണ്. അത് അതിൻ്റെ സൈഡിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇനി ഒന്നാമത്തെ ചോദ്യം 5 വക്ത് നിസ്കാരം ഫർളാക്കപ്പെട്ടത്. അതിൻ്റെ ഉത്തരം മിഅ്റാജ് രാത്രിയിലാണ്. 5 വക്ത് നിസ്കാരം ഫർളാക്കപ്പെട്ടത് മിഅ്റാജ് രാത്രിയിലാണ്. രണ്ടാമത്തെ മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ അതിൻ്റെ ഉത്തരം ഫലസ്തീനിലാണ്. ഫലസ്തീനിലാണ്. മൂന്നാമത്തെ അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത്. അതിൻ്റെ ഉത്തരം സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. നാലാമത്തെ നീനവ നിവാസി. നീനവ നിവാസി അതിൻ്റെ ഉത്തരം അദ്ദാസ്. നീനവ നിവാസിയാണ് അദ്ദാസ്. അഞ്ചാമത്തെ ആമുൽ ഹുസ്ന്. ആമുൽ ഹുസ്ന് ദുഃഖവർഷം. ദുഃഖവർഷം. ആറാമത്തെ രാജാവ്. രാജാവ് നജാഷി. നജാഷി. അടുത്ത ചോദ്യം പൂർത്തിയാക്കാം. ഒന്നാമത്തെ നുബുവത്തിൻ്റെ 11ാം കൊല്ലം മദീനയിലെ ഹസ്രജ് ഗോത്രക്കാരായ ഡേഷ്. നുബുവത്തിൻ്റെ 11ാം കൊല്ലം മദീനയിലെ ഹസ്രജ് ഗോത്രക്കാരായ 6 പേർ മക്കയിലെത്തി. 6 പേർ മക്കയിലെത്തി. രണ്ടാമത്തെ നുബുവത്തിൻ്റെ 13ാം കൊല്ലം ദുൽഹിജ്ജ മാസത്തിലായിരുന്നു ഡേഷ്. അതിൻ്റെ ഉത്തരം സഹാബാക്കളുടെ ഹിജ്റ തുടങ്ങിയത്. നുബുവത്തിൻ്റെ 13ാം കൊല്ലം ദുൽഹിജ്ജ മാസത്തിലായിരുന്നു സഹാബാക്കളുടെ ഹിജ്റ തുടങ്ങിയത്. മൂന്നാമത്തെ ചോദ്യം പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരത്ഭുത മൃഗമാണ് ഡാഷ്. പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരത്ഭുത മൃഗമാണ് ബുറാഖ്. അതിൻ്റെ ഉത്തരം ബുറാഖ്. അടുത്ത ചോദ്യം നാലാമത്തെ നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ഡാഷ്. നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. അഞ്ചാമത്തെ ഖുറൈശികളുടെ നിസ്സഹകരണത്തിൽ നിന്ന് നബി കുടുംബം മോചിതരായ ശേഷം അബൂ ത്വാലിബിന് ഡാഷ്. അബൂ ത്വാലിബിന് രോഗം ബാധിച്ചു. ഖുറൈശികളുടെ നിസ്സഹകരണത്തിൽ നിന്ന് നബി കുടുംബം മോചിതരായ ശേഷം അബൂ ത്വാലിബിന് രോഗം ബാധിച്ചു. അടുത്തത് ഉത്തരം എഴുതാം. അതിലൊന്നാമത്തെ ഖുറൈശികൾ നബി കുടുംബത്തിനെതിരെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു, കാരണമെന്ത്? അതിൻ്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുറൈശികൾക്ക് വിട്ടുതരണമെന്ന ആവശ്യം അബൂ ത്വാലിബ് നിരാകരിച്ചതായിരുന്നു കാരണം. അതിൻ്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുറൈശികൾക്ക് വിട്ടുതരണമെന്ന ആവശ്യം അബൂ ത്വാലിബ് നിരാകരിച്ചതായിരുന്നു കാരണം. അതിൽ രണ്ടാമത്തെ ചോദ്യം ഇസ്രാവും മിഅ്റാജും ഉണ്ടായത് എന്നാണ്? ഇസ്രാവും മിഅ്റാജും ഉണ്ടായത് എന്നാണ്? അതിൻ്റെ ഉത്തരം നുബുവത്തിൻ്റെ 11ാം കൊല്ലം റജബ് മാസം 27ാം രാവിൽ. അതിൻ്റെ ഉത്തരം നുബുവത്തിൻ്റെ 11ാം കൊല്ലം റജബ് മാസം 27ാം രാവിൽ. ഇസ്രാവും മിഅ്റാജും ഉണ്ടായത് നുബുവത്തിൻ്റെ 11ാം കൊല്ലമാണ്. റജബ് മാസം 27 അന്നാണ് 5 വക്ത് നിസ്കാരം നമുക്ക് നിർബന്ധമാക്കിയത്. അടുത്ത ചോദ്യം നോക്കൂ. മദീനയിലേക്ക് ഹിജ്റ പോകാൻ സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയത് എപ്പോൾ? അതിൻ്റെ ഉത്തരം അഖബ ഉടമ്പടിക്ക് ശേഷം ഖുറൈശികൾ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അക്രമം ശക്തമാക്കിയപ്പോൾ. അഖബ ഉടമ്പടിക്ക് ശേഷം ഖുറൈശികൾ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അക്രമം ശക്തമാക്കിയപ്പോൾ. നാലാമത്തെ ചോദ്യം നോക്കൂ. മദീനക്കാരായ 70 പേർ എന്നല്ല 75 പേരാണ് മക്കയിലെത്തി ഇസ്ലാം സ്വീകരിച്ചത് എന്നാണ്? മദീനക്കാരായ 75 പേർ മക്കയിലെത്തി ഇസ്ലാം സ്വീകരിച്ചത് എന്നാണ്? അതിൻ്റെ ഉത്തരം നുബുവത്തിൻ്റെ 13ാം കൊല്ലം. നുബുവത്തിൻ്റെ 13ാം കൊല്ലം.
അഞ്ചാമത്തെ ചോദ്യം, ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർവാധികം ശക്തിയോടെ ദ്രോഹിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർവാധികം ശക്തിയോടെ ദ്രോഹിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? അതിൻ്റെ ഉത്തരം അബൂ ത്വാലിബിൻ്റെയും ഖദീജ ബീവിയുടെയും വഫാത്തിന് ശേഷമാണ് ഖുറൈശികൾ ശക്തിയോടെ നബി തങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങിയത്. അബൂ ത്വാലിബിൻ്റെയും ഖദീജ ബീവിയുടെയും വഫാത്തിന് ശേഷം. അടുത്ത ചോദ്യം വ്യക്തമാക്കാം. ഒന്നാമത്തെ, എത്യോപ്യയിലേക്ക് രണ്ടാമതും ഹിജ്റ പോയ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം. എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു എന്ന് പഠിച്ചിട്ടില്ലേ? ആ പാഠത്തിലാണ് എത്യോപ്യയിലേക്ക് രണ്ടാമതും പോയ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം 83 പുരുഷന്മാരും 18 സ്ത്രീകളും. 83 പുരുഷന്മാരും 18 സ്ത്രീകളും. എത്യോപ്യയിലേക്ക് ആദ്യം ഹിജ്റ പോയത് നുബുവത്തിൻ്റെ 5-ാം വർഷമാണ്. ആദ്യം 10 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ് പോയത്. രണ്ടാമത് പോയത് 83 പുരുഷന്മാരും 18 സ്ത്രീകളും. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തബ്ബാലക എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തബ്ബാലക അതാരാണ് പറഞ്ഞത്? അതിൻ്റെ ഉത്തരം അബൂ ലഹബ്. അബൂ ലഹബാണ് പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? തബ്ബാലക ആലി ഹാദ ജമഅതന, നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? അടുത്ത ചോദ്യം നോക്കൂ. കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നാലാമത്തെ, മിഅ്റാജ്. അതിൻ്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശ ലോകത്തേക്ക് കയറിയതിന് മിഅ്റാജ് എന്ന് പറയുന്നു. അതിൻ്റെ ഉത്തരം വിശദീകരിച്ച് എഴുതുമ്പോൾ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശലോകങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച മറ്റു സ്ഥലങ്ങളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോവുകയും അള്ളാഹുമായി മുനാജാത്ത് നടത്തുകയും ചെയ്തു. ഇതിന് മിഅ്റാജ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇവിടെ ഉത്തരം ചെറുതാക്കി എഴുതിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശ ലോകത്തേക്ക് കയറിയതിന് മിഅ്റാജ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, മുനാജാത്ത്. എന്താണ് മുനാജാത്ത്? അതിൻ്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുമായി നടത്തിയ സംഭാഷണമാണ് മുനാജാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുമായി നടത്തിയ സംഭാഷണമാണ് മുനാജാത്ത്. ചരിത്രത്തിൻ്റെ ക്രമം ശരിയായി എഴുതാം. 2-ാം അഖബ ഉടമ്പടി, മദീനയിലേക്കുള്ള ഹിജ്റ, 1-ാം അഖബ ഉടമ്പടി, ത്വായിഫ് യാത്ര. അത് ആദ്യം നടന്നത് ആദ്യം എഴുതുക, പിന്നീട് നടന്നത് എഴുതുക, അങ്ങനെയാണ് എഴുതേണ്ടത്. ആദ്യത്തെ ത്വായിഫ് യാത്ര. ത്വായിഫ് യാത്ര. രണ്ടാമത്തെ 1-ാം അഖബ ഉടമ്പടി. മൂന്നാമത്തെ 2-ാം അഖബ ഉടമ്പടി. നാലാമത്തെ മദീനയിലേക്കുള്ള ഹിജ്റ. ആദ്യം നടന്നത് ത്വായിഫ് യാത്ര, പിന്നീട് 1-ാം അഖബ ഉടമ്പടി, പിന്നെ 2-ാം അഖബ ഉടമ്പടി, പിന്നെ മദീനയിലേക്കുള്ള ഹിജ്റ. ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു. 4-ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.